ജയനിർമ്മല ഭാവനെ നോക്കണ്ട. ഞാൻ വന്നതേ ഭാവന അറിഞ്ഞിട്ട് പോലുമില്ല. കപ്പലിന്റെ വേണോ? പിന്നെ നീ എങ്ങനെയാ വന്നത്? സൂര്യ വിളിച്ച് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. വല്യമ്മേ, സൂര്യ വിളിച്ചിട്ട് എന്താ വല്യമ്മയോട് പറഞ്ഞത്? ഭാവനയ്ക്കൊപ്പം കുറച്ചു ദിവസം ഇവിടെ വന്ന് നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടേ ഇല്ലാന്ന്. എന്താ ജയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആ, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ, അറിയാം. അതും സൂര്യമോൻ പറഞ്ഞു. ജയനിർമ്മലയ്ക്കായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടെന്ന്. ജാനകി, നിങ്ങളൊക്കെ എന്ത് ഭാവിച്ചാ? ഇതെന്താ അഭയാർത്ഥി കേന്ദ്രമാണോ? അതെന്താ? ഒരുത്തിന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓടിക്കണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാ നിന്റെ വരവ്. നീ ആ സുനിലിന്റെ കാര്യമല്ലേ പറഞ്ഞത്? എനിക്കും തോന്നി അവൻ ആള് ശരിയല്ല. നേരത്തെ എന്നോട് വന്ന് പറയാ അകത്ത് കയറി ഇരുന്നോളെ. ആഹാ, അവന്റെ ആ വിളിയിൽ തന്നെ എന്തോ ഒരു പന്തികേട് തോന്നി. ആ, അങ്ങനെയാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നത്. ഇന്നത്തെ കാലത്ത് ഒരുത്തനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അല്ല നിങ്ങളൊക്കെ എങ്ങനെ അവനെ സഹിക്കുന്നത്? ഇനിയിപ്പോ ജാനകി നേരിട്ട് കാണാൻ പോവല്ലേ? എങ്ങനെയാ സഹിക്കുന്നതെന്ന് കണ്ടു പഠിക്കേ. ഓ, ആയിക്കോട്ടെ. അല്ല, പിണങ്ങി പോവാണോ? എന്താ വല്യമ്മ ഇത്? വല്യമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? മോളെ, സ്വന്തം വീട്ടിൽ നിനക്കൊരു തുണ വേണോന്ന് സൂര്യക്ക് തോന്നണമെങ്കിൽ നീ തന്നെ ആലോചിച്ചാ പോരെ അതിലെന്തെങ്കിലും കാര്യം കാണുമെന്ന്. ജയനിർമ്മലയ്ക്കിപ്പോ നിന്നോട് സ്നേഹമുണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് താങ്ങിയതാ. അങ്ങനെ ഇരുന്നോട്ടെ. കൊറേ നീ അനുഭവിച്ചതല്ലേ. വല്യമ്മേ, ഇവിടെ ആകെ വിഷയാണ്. ആ സുനില് ഒരു വിധത്തിൽ ഇവിടുന്ന് പോകുന്നില്ല. ശരിക്കും എല്ലാവരും പെട്ടിരിക്കുക ഇവിടെ. അവനും മാനസയും ചേർന്ന് കളിക്കുന്ന കളിയാ മോളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം മറ്റെന്തോ ആണ്. ആ, എന്നാ പിന്നെ നമുക്ക് അകത്തേക്ക് നടന്നാലോ? മോള് വാ, വലത് കാല് വെച്ച് തന്നെ കേറിയേക്കാം. വല്യമ്മ വാ. അങ്ങനെ ഈ ആന്റിയോട് ഞാൻ കേറിയിരിക്കാൻ പറഞ്ഞതാ ഭാവന, പക്ഷെ കേട്ടില്ല. എന്നോട് കേറിയിരിക്കാൻ പറയാൻ നീ ആരാ? ഇവിടുത്തെ കാരണവരോ? ആ, കാരണവരാണോന്ന് ചോദിച്ചാ ഇപ്പൊ പറയാൻ പറ്റില്ല ആന്റി. ആ, മാനസികമുള്ള വീടാകുമ്പോ ഭാവിയിൽ കാരണവരാകാൻ ചാൻസ് ഉണ്ടല്ലോ, ഇല്ലേ? അല്ലേ ഭാവന? എടാ വല്യമ്മ ഇവനോടൊന്നും കൂടുതൽ സംസാരിച്ച് വല്യമ്മയുടെ വില കളയണ്ട. എന്റെ മോളെ, ഇവന് വേണ്ടി നമ്മൾ കൊറേ ഓടിയതല്ലേ. അല്ല, കോട്ട് സൂട്ട് ഇട്ട ഒരുത്തരുണ്ടായിരുന്നല്ലോ. എന്തോന്നാ അവന്റെ പേര്? വർമ്മേ? ആ, എന്തുവാ? ആ, എന്തെങ്കിലും ആവട്ടെ. ഇവന്റെ അച്ഛൻ അയാൾക്കെന്താ ഇപ്പൊ ഇവനെ വേണ്ടേ? ഓ ഭാവന, എന്റെ മോനെവിടെ? അവനെ എനിക്ക് കൂട്ടണം എന്നൊക്കെ പറഞ്ഞു കൊറേ പരക്കം പാച്ചിലായിരുന്നല്ലോ. അല്ല, അതുകൊണ്ട് ചോദിച്ചതാ. അച്ഛനമ്മമാരെക്കാളും വലുത് മാനസയാണെന്ന് പറഞ്ഞാ വല്യമ്മേ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്ന. അതെ, എനിക്ക് വലുത് മാനസ തന്നെയാ. ഞാനിപ്പോ വരുന്നത് മാനസയുടെ റൂമിൽ തന്നെയാ. ആ, എന്തേ വിശ്വാസം വരുന്നില്ലേ ഭാവന? ഭാവന ഇല്ലാത്തപ്പോ ഇവിടെ ചില ട്വിസ്റ്റുകളൊക്കെ നടന്നു. അല്ല, സൂര്യ ഒന്നും പറഞ്ഞില്ലേ? പിന്നെ സൂര്യക്ക് അതല്ലേ ജോലി. ജയേ, ഞാനിവിടെ വന്നത് ഭാവനയ്ക്കൊരു സഹായത്തിനാണെന്ന് വിചാരിക്കാം. ഇവനെ ഇവിടെ എന്തിനാ നിർത്തിയിരിക്കുന്നത്? അത് യാതൊരു ബന്ധവുമില്ലാതെ. ബന്ധമില്ലാന്ന് മാത്രം ആന്റി പറയരുത്. മാനസ എന്റെ പെണ്ണാ. അവൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ കാണും. എന്തോന്നാ ജയത്, നിനക്കിപ്പോ നാവില്ലേ? ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നത്? എടി പെണ്ണേ, നീയും ഇവനും കൂടെ ഉള്ള ഒത്തുകളിയാണോ ഇവിടെ നടക്കുന്നത്? ആന്റി വെറുതെ ഇല്ലാത്ത കാര്യമൊന്നും പറയണ്ട. അല്ല, ലക്ഷണം കണ്ടിട്ട് എനിക്കങ്ങനെയാ തോന്നുന്നത്.
എല്ലാരും ഉണ്ടല്ലോ. ആ ദേ ഞാനിതാ വീണ്ടും വന്നിരിക്കുന്നു. എന്റെ മക്കളോട് പോയി പറയുന്നില്ല അജയ? ചെല്ല്. ദേ നോക്ക്, ഇനി എനിക്കെതിരെ നീ എന്തെങ്കിലും ഇവിടെ കാണിച്ച അമ്മക്കുത്തി ഞാനങ്ങ് തരും. പിന്നെ നീ 7-ാം നാളെ കണ്ണു തുറക്കൂ കേട്ടോ. വല്യമ്മേ, ജേ, നീയും കൂടെ നിന്റെ ആങ്ങളോടൊന്ന് പറഞ്ഞേക്ക്, എന്റെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് പറഞ്ഞു തന്ന അടവൊന്നും എന്നെ കൊണ്ട് എടുപ്പിക്കരുതെന്ന്. ഒന്നങ്ങ് തരട്ടടാ. അതെ, സൂര്യ പറഞ്ഞിട്ടാ ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്നോട് സൂക്ഷിച്ച് കളിക്കണം. ഡാ, നിന്നോടും കൂടെയാ പറയുന്നത്. എന്നെ വിട്ടേക്ക് ആന്റി. ഞാനിവിടെ എങ്ങനെയെങ്കിലും ഒതുങ്ങി കൂടി അങ്ങ് ജീവിച്ചോളാം. ആ പറയും പോലെ നിനക്കിവിടെ താമസിക്കാനുള്ള പെർമിഷൻ തന്നതേ മാനസയല്ലേ. ഞാനെന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നത്? ആന്റി, ഞാൻ ആർക്കും പെർമിഷൻ ഒന്നും കൊടുത്തിട്ടില്ല. എന്താ ചെയ്ത്? ഇതിലാരാ നല്ല നടൻ നല്ല നടിയെന്നറിയാൻ ക്ലൈമാക്സ് വരെ കാത്തിരിക്കേണ്ടി വരുമല്ലോ. അക്കാര്യത്തിൽ ജാനകി കാത്തിരിക്കണമെന്നില്ല. എനിക്കറിയാം ഒരു തീരുമാനം ഉണ്ടാക്കാൻ. മതി ജയേ, ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. എന്റെ ബലമായ സംശയം ഇവര് 4 കൂടി ഒരുമിച്ച് കളിക്കുന്ന നാടകമാണോ ഇതെന്നാ. അനാവശ്യം പറയരുത് കേട്ടോ. അനാവശ്യമാണോ കാര്യമാണോ ഞാൻ പറഞ്ഞതെന്നൊക്കെ അധികം വൈകാതെ തന്നെ ജയക്ക് മനസ്സിലാവും. ഭാവനെ നിർബന്ധപൂർവ്വം ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ജയ കാണിച്ച ആർജവം ദേ ഇവനെയും ഈ അജയനെയും ഭാര്യയെ ഇവിടുന്ന് ഇറക്കി വിടാൻ കൂടെ കാണിച്ചാലേ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ തലവേദനയായിരിക്കും ജയ ഇനി അനുഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വീണ്ടും ഞങ്ങളെ പടിയിറക്കാനാ ഭാവങ്ങളെ ഞങ്ങൾ നോക്കി നിൽക്കത്തില്ല നീ കേട്ടോ. എന്ത് ചെയ്യും? ദേ ജയയോടുള്ള സ്നേഹം കൊണ്ടാ ഞാനിത് പറയുന്നത്. ജാനകി ചെല്ല്, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ ജയ തന്നെ നോക്കണം, അല്ലാതെ എനിക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ. വല്യമ്മേ, എന്തോ വാ വാ വല്യമ്മേ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. മാറാ അങ്ങോട്ട്. വാ ആന്റി. വീണ്ടും എന്തിനാണാവോ കെട്ടി എഴുന്നള്ളിച്ചിരിക്കുന്നത്. എന്നാലും മർമ്മം കുത്തും. പതുക്കെ പതുക്കെ. വല്യമ്മേ, വല്യമ്മ പറഞ്ഞതൊന്നും ആന്റിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. മോളെ, സൂര്യ എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ഡോസാ ഞാൻ ഇപ്പൊ കൊടുത്തത്. ഹാ, ഇനിയിപ്പൊ കുറെ കഴിഞ്ഞിട്ട് കൊടുക്കാം. അതെ, ഇവിടെ മോളെ ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ സൂര്യയുടെ ഗസ്റ്റാ. മോള് നോക്കിക്കോ, മാനസ പഠിച്ച കളിയാ. നല്ലൊരു തിരിച്ചടി കിട്ടിയാലേ ജയ പഠിക്കൂ. ആന്റിക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല വല്യമ്മേ. അതൊരു വല്ലാത്ത ജന്മം. അങ്കിളിനെ പോലും ഇന്ന് വരെ ആന്റിയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ആ സുനിലിനെ ആദ്യം ഇവിടുന്ന് ഒഴിവാക്കണം വല്യമ്മേ. അതിവിടെ അങ്കിളുടെയും ആന്റിയുടെയും കൂടി ആവശ്യം തന്നെയാ. അങ്ങനെയാണെങ്കിൽ മാനസെ കൊണ്ട് തന്നെ അവനെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. അതിനവള് തയ്യാറായില്ലെങ്കിൽ ഉറപ്പാ ഇത് അവരൊത്തുചേർന്നിട്ടുള്ള കളിയാ. വരട്ടെ വല്യമ്മേ, എല്ലാം ഒന്ന് കലങ്ങി തെളിയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും മാനസ പഴയ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത് അവള് പഠിച്ച കളിയാണെന്ന്. ആ, എന്തായാലും വല്യമ്മ വാ. ഏയ്, ഞാൻ എടുത്തോളാം.